അപ്പോൾ മാച്ച് നമ്പർ 38 പ്രിവ്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ മാച്ച് എന്ന് വെച്ചാൽ രാജസ്ഥാൻ വേഴ്സസ് മുംബൈ. അപ്പോൾ IPL ഈ സീസൺ ഹാഫ് വേ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 74 മാച്ചിൽ 37 കഴിഞ്ഞത് 38th മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് മാച്ച് നടക്കുന്നത്. പിച്ചിനെ പറ്റി പറയാനാണെങ്കിൽ അത് അത്രത്തോളം ഒരു ഈവൻ പിച്ചായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു 180-190 ടൈപ്പ് ഓഫ് പിച്ച്. സോ ടോസിന് വലിയൊരു ഇമ്പോർട്ടൻസും ഇല്ലാത്തൊരു പിച്ചാണ്. സോ ഇറ്റ് വിൽ ബി പ്യൂർലി ബേസ്ഡ് ഓൺ ദ ടീം സ്ട്രെങ്ത്. ഇനി മുംബൈ ടീമിനെയും രാജസ്ഥാൻ ടീമിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ടീം സ്ട്രെങ്ത്തിനേക്കാളും കൂടെ കുറേ മാച്ചപ്സ് വരുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പം രാജസ്ഥാൻ ബോളേഴ്സിന് മുംബൈ ബാറ്റ്സ്മാനായിട്ടൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ട്രെൻഡ് ബോൾട്ടിനാണെങ്കിലൊക്കെ ഈ രോഹിത്തിനെതിരെ, ഇഷാൻ കിഷനെതിരെ, ഇങ്ങനെ ഇവർക്കെതിരെയൊക്കെ ഒരു പോസിറ്റീവ് മാച്ചപ്സ് ഉണ്ട്. സോ ആ ഒരു രീതിയിൽ രാജസ്ഥാൻ ഹാസ് എ വെരി ഗുഡ് അഡ്വാൻറ്റേജ് ഓവർ മുംബൈ. ഇപ്പോൾ ഒരു ബിഫോർ ദിസ് ടൂർണമെൻറ്റ് സ്റ്റാർട്ട് നമ്മളിപ്പോൾ ചോദിക്കാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ആർ സി ബി അല്ല, രാജസ്ഥാൻ വേഴ്സസ് മുംബൈ മാച്ചിൽ ആര് ജയിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്യൂർലി ഓൺ ദാറ്റ് പേപ്പർ സ്ട്രെങ്ത് വെച്ചിട്ട് മുംബൈ ഷുഡ് ബി വിന്നിങ് എന്ന് നമ്മൾ പറഞ്ഞേനെ. എന്നാൽ ഇപ്പോൾ ടൂർണമെൻറ്റ് നടന്നു, ഒരു പ്രീവിയസ് രാജസ്ഥാൻ വേഴ്സസ് മുംബൈ മാച്ചും നടന്നു. അതിനൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രാജസ്ഥാൻ ഹാസ് എ ക്ലിയർ എഡ്ജ് ഓവർ മുംബൈ. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ മാച്ചിൽ രാജസ്ഥാൻ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുംബൈ ഈവൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചധികം പിന്നോട്ട് പോയെങ്കിലും ദേ ആർ റിക്കവറിങ് നല്ല രീതിയിൽ റിക്കവർ ചെയ്തിട്ട് വരുന്നുണ്ട് മുംബൈ. രാജസ്ഥാൻ ആണെങ്കിൽ ദേ ആർ ഓൺ എ വിന്നിങ് ട്രോട്ട് എന്ന് വെച്ചാൽ ഡോമിനേറ്റ് ചെയ്തിട്ട് തന്നെയാണ്, അവരാണ് ടോപ്പ് ഓഫ് ദ ടേബിൾ. സോ ഇന്നത്തെ മാച്ച് രാജസ്ഥാൻ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.